വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ജോലി സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നുവോ? ആയുർവേദം പറയും ടെൻഷൻ കുറയ്ക്കാനുള്ള വഴി. കൊറോണ വന്നു പോയത് മുതൽ മിക്ക ആളുകളിലും സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. ജോലി സമ്മർദ്ദമോ മറ്റെന്തെങ്കിലും ശാരീരിക മാനസിക വൈകാര്യമോ ആയ പ്രശ്നങ്ങളോ ആകട്ടെ, ഇതെല്ലാം സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകുന്നു. ചിലർ സമ്മർദ്ദവും ഉത്കണ്ഠയും ഒഴിവാക്കാൻ സ്വയം മരുന്നുകൾ കഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും. എന്നാൽ അത്തരം മരുന്നുകൾ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും. നിങ്ങൾക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടെങ്കിൽ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് അവയിൽ നിന്നും മുക്തി നേടാനാകും. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ആയുർവേദം ചില വഴികൾ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അധ്വാനം കുറയ്ക്കുക. ജീവിതത്തിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള ആദ്യ പടിയാണ് ദൈനംദിന ഓട്ടം കുറയ്ക്കുക എന്നത്. എന്നിരുന്നാലും വേഗമേറിയ ലോകത്തിൽ അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശീലിക്കുമ്പോൾ ഒരു തിരക്കേറിയ ഷെഡ്യൂൾ എല്ലാവരും പാലിക്കുന്നു. ജോലിഭാരം, കുടുംബ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സ്ട്രെസ്സിന് ചില സാധാരണ കാരണങ്ങളാണ്. തിരക്കുകളിൽ നിന്നും അല്പം ആശ്വാസം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം സമർപ്പിതവും ലക്ഷ്യബോധവുമുള്ളതുമായ സ്വയം പരിചരണത്തിൽ മുഴുകുക എന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്കായി അല്പനേരം മാറ്റിവെക്കുക. സ്വയം പരിചരണം. തിരക്കിട്ട ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരല്പം വിശ്രമം നൽകുക. ഇത് ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ നിങ്ങളുടെ സമ്മർദ്ദം നിങ്ങൾക്ക് ലഘൂകരിക്കാൻ സാധിക്കും. മിതമായ വിശ്രമം, ധ്യാനം, യോഗ, ശാന്തമായ സംഗീതം കേൾക്കൽ തുടങ്ങിയ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സ്ട്രെസ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന ചില മാർഗങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. കുളിക്കുക. ഒരു നല്ല കുളി നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ വിശ്രമിപ്പിക്കുകയും പിരിമുറുക്കത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അതുവഴി മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഓയിൽ മസാജ്. വിവിധ തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ച് സ്വയം മസാജ് ചെയ്യുക. ഈ പരമ്പരാഗത രീതിയിലുള്ള നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ ശാന്തമാക്കാൻ സാധിക്കും. മസാജിങ് നിങ്ങളുടെ ടിഷ്യൂകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും പുതുക്കുകയും ചെയ്യുന്നു. അതുവഴി ശരീരത്തിലുടനീളം ആരോഗ്യകരമായ രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുന്നു. കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാദങ്ങൾ മസാജ് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് കാലിൽ എണ്ണ പുരട്ടുന്നത് നാഡീ വ്യവസ്ഥയെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും നല്ല ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല ഉറക്കം നേടുന്നതിലൂടെ നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. പ്രകൃതിയോട് ചേരുക. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു വഴിയാണ്. നടത്തം, അരുവികൾക്കരികിൽ ഇരിക്കുക, മനോഹരമായ കാഴ്ചകൾ കാണുക, അല്ലെങ്കിൽ നല്ലൊരു മൈതാനത്തിൽ ശരീരം ചേർത്ത് കിടക്കുക തുടങ്ങിയ വഴികൾ വിശ്രമത്തിനും നല്ല ദഹനത്തിനും സഹായിക്കുന്നു. പുസ്തകം വായിക്കുക. ഒരു നല്ല വായന നിങ്ങളുടെ ശരീരത്തെ ഒരു പരിധിവരെ വിശ്രമിപ്പിക്കാനും പുനർജീവിപ്പിക്കാനും സഹായിക്കും. കൃത്യമായ ദിനചര്യ ശീലമാക്കുക. എല്ലാവരും ഒരു കൃത്യമായ ദിനചര്യ പിന്തുടരുവാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. അമിതമായ സമ്മർദ്ദം സന്തുലിതമാക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഇത് പ്രത്യേകിച്ചും അത്യാവശ്യമാണ്. അതിരാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, ഓരോ ദിവസവും ഏകദേശം ഒരേ സമയം ഉറങ്ങുക, സാധ്യമെങ്കിൽ ഒരു സ്ഥിരമായ ജോലി അല്ലെങ്കിൽ പ്രവർത്തന ഷെഡ്യൂൾ നിലനിർത്തുക എന്നിവ പോലെയുള്ള ദൈനംദിന ദിനചര്യങ്ങൾ പാലിക്കുക. ഇത്തരം കൃത്യമായ പ്രവർത്തനങ്ങൾ നാഡീ വ്യവസ്ഥയുടെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുവാനും ആഴത്തിലുള്ള ആത്മജ്ഞാനം നൽകുവാനും സമ്മർദ്ദത്തെ മികച്ച രീതിയിൽ നേരിടുവാനും നമ്മെ സഹായിക്കും. ശാന്തമായ മനസ്സ്. വിട്ടുമാറാത്ത സമ്മർദ്ദം നമ്മുടെ നാഡീ വ്യവസ്ഥയെ അസ്വസ്ഥമാക്കുന്നു. പ്രാണായാമം, യോഗ, ധ്യാനം തുടങ്ങിയ വിവിധ ചികിത്സാ രീതികൾ നാഡീ വ്യവസ്ഥയെ പുനഃസജ്ജീകരിക്കുന്നതിന് സഹായിക്കും. സമ്മർദ്ദത്തിനെതിരായി ആരോഗ്യകരമായ ശാരീരിക പ്രതികരണം വികസിപ്പിക്കുന്നതിന് ശക്തമായ മാർഗങ്ങളുമായി ആയുർവേദം നിർദ്ദേശിച്ചിരിക്കുന്ന വഴികളാണ് ഇത്. ഇത്തരം വഴികളിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനും സമ്മർദ്ദം ലഘൂകരിക്കാനും സാധിക്കും. ആരോഗ്യകരമായ ഭക്ഷണം. ടെൻഷൻ നിയന്ത്രിക്കാൻ നിങ്ങൾ കഴിക്കുന്ന ആഹാരവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ആയുർവേദം പറയുന്നു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോഷക സമ്പുഷ്ടമായിരിക്കണം. ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് വാത, പിത്ത, കഫ ദോഷങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. ഇവയിലൂടെ രോഗങ്ങളില്ലാത്ത ഒരു ശരീരവും ആരോഗ്യകരമായ ഒരു മനസ്സും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മേൽപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാശ് ചെലവില്ലാത്തതല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.